ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാവും. കാരണം ക്ലബ്ബ് നിലനിൽക്കണം. അപ്പോൾ എന്താ ഫുട്ബോൾ മാത്രമല്ല, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ബിസിനസ്സും കൂടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ക്ലബ് ഫുട്ബോൾ ആണ്, അപ്പോൾ ടീം നിലനിൽക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ പില്ലർ ഉടച്ചിട്ടുള്ള പരിപാടി, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മികച്ച ടീമിനെ നശിപ്പിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. ഇവാൻ ആശാനെ പറഞ്ഞു വിട്ടതും, അതേപോലെ സഹലിനെ സെല്ല് ചെയ്തതും, ജീക്സനെ സെല്ല് ചെയ്തതും ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പണ്ട് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏകദേശം അതോട് സമാനമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. അസർ ആൻഡ് ഐമൻ ഇവരെ സെല്ല് ചെയ്തത്, സഹലിനെ നമ്മൾ സെല്ല് ചെയ്തത് പോലെ തന്നെ ഉള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്, ക്ലബ്ബുകൾ പ്രോഡക്ട്സ് ഉണ്ടാക്കും, അത് സെല്ല് ചെയ്യും, ശരിയാണ്. പക്ഷെ അത് നമ്മുടെ ക്ലബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ എടുത്ത് കളഞ്ഞിട്ടാവരുത് എന്നുള്ളതാണ്. ഇപ്പം ഡേവിഡ് കാറ്റ്ല പറയുന്നത് ആളുടെ നെക്സ്റ്റ് പ്ലാനിൽ അസറിനും ഐമനും സ്ഥാനമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഡേവിഡ് കാറ്റ്ല അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപ്പം അസറിനെയും ഐമനെയും അത്ര മോശം കളിക്കാരായിട്ട് കാണാൻ ഇവിടെ ആർക്കും കഴിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം സഹല് പോയപ്പോഴും നമ്മൾ പിന്നെയും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഈ ഐമനും അസറും അതേപോലെ വിപിനും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള പ്ലെയേഴ്സിനെ വിറ്റിട്ട് അവര് ഞങ്ങളുടെ ടീമിൽ സ്ഥാനമില്ല, അല്ലെ അവർ എന്റെ പ്ലാനിൽ ഇല്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്.